വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മകളെ പഠിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ പണ്ടും ഇപ്പോഴും ഒരു വേദനയ്ക്ക് എടുക്കുന്നത്. എല്ലാവരും അവളുടെ കൂട്ടുകാരികളൊക്കെ ഓരോരോ ഇതിൽ നല്ല ഇതിൽ ചേർന്നപ്പോൾ എൻ്റെ മകള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവള് മീറ്റിങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ അധ്യാപകരൊക്കെ പറയുമായിരുന്നു, ശരണ്യ നല്ല കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ എല്ലാ അധ്യാപകരും. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവളുടെ സ്കൂൾ കോളേജുകളിൽ നിന്ന് വീടുകളിലേക്ക് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തില് എൻ്റെ മകള് നല്ലൊരു നിലയിൽ എത്തിച്ചേരാവുന്ന രീതിയിലുള്ള നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ അവള് മുമ്പോട്ട് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ഉള്ള അവസ്ഥയിലായിരുന്നില്ല. മാത്രമല്ല അന്നൊക്കെ നമുക്കൊരു കല്യാണം കഴിപ്പിച്ചയക്കണം എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഒരു കുടുംബം, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അവള് അതായിരുന്നു ഒരു രക്ഷപ്പെടുത്തൽ. ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടായിരുന്നു അന്ന് എനിക്ക്. അവൾ പഠിക്കുന്ന കുട്ടിയായിട്ടും എനിക്കത് സാധിക്കാത്തതിലുള്ള ഒരു വിഷമം എൻ്റെ ഉള്ളിൽ എപ്പോഴും, ഞാൻ അവളോട് എപ്പോഴും അത് പങ്കുവയ്ക്കാറുണ്ട്. എല്ലാവരും കല്യാണം ശരിയായിട്ട് എല്ലാവരും പറഞ്ഞു, എന്തിനാണ് ഇത്ര നല്ല പഠിക്കുന്ന കുട്ടിയെ ഇത്ര പെട്ടെന്ന് നീ കല്യാണം കഴിപ്പിച്ചയച്ചത് എന്ന് എന്നോട് പലരും ചോദിച്ചു. പക്ഷെ ഇന്നും നല്ലൊരു ജോലിയിൽ എത്തിച്ചേരാത്തതിന്റെ വേദന എൻ്റെ ഉള്ളിൽ ഒരു വലിയ വേദനയായി തന്നെ കിടക്കുകയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ പറയാനുള്ളത്, ഇവിടെ ഈ ഏകജാലയുടെ ഇതിലേക്ക് അവളെ എത്തിച്ച എല്ലാവരും അവളുടെ ഈ സംരംഭം വിജയിക്കാൻ വേണ്ടി അവൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കൊടുത്താലേ അവൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വിജയിക്കുകയാണെങ്കിൽ എന്റെ ആ മനോവേദന ഇത് തീർത്തും ഇല്ലാതെയായി തീരും. സർവേശ്വരൻ ഇതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും, എന്റെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എന്റെ മകൾക്ക് ഞാൻ കൊടുക്കുന്നു.